തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ യു.ഡി.എഫിന് ഭരണം നഷ്ടമായി. എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇടതു പ്രമേയത്തിന് അനുകൂലമായി ബി.ജെ.പി വോട്ട് ചെയ്തതോടെയാണ് കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. വെമ്പായം പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാനുള്ള ഒരു ബി.ജെ.പി CPM അന്തർധാരയുടെ ഒരു പ്രതിഫലനമാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി അവിശ്വാസ പ്രമേയം 9 LDF-കാരും 3 BJP-കാരും ചേർന്ന് പാസാക്കിയത്. ആനന്ദകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ആനന്ദൻ പറയും. തിരുവനന്തപുരത്തെ വെമ്പായം ഗ്രാമപഞ്ചായത്തിലാണ് അസാധാരണമായ നീക്കം നടന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു. ബീന ജയനാണ് പ്രസിഡന്റ്. ഈ ബീന ജയനെതിരെ LDF ആണ് അവിശ്വാസം കൊണ്ടുവന്നത്. ഈ അവിശ്വാസ പ്രമേയം ഇപ്പോൾ പാസ്സായിരിക്കുന്നു. LDF-ന്റെ 9 അംഗങ്ങളെ കൂടാതെ BJP-യുടെ 3 അംഗങ്ങൾ കൂടി അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതാണ് UDF-ന് തിരിച്ചടിയായത്. UDF-ന് നിലവിൽ 8 അംഗങ്ങളാണ് ഉള്ളത്. അതിനൊപ്പം SDPI-യുടെ ഒരു അംഗത്തിൻ്റെ പിന്തുണയോടെയാണ് ഭരണം ഈ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിയത്. നേരത്തെ LDF-ഉം UDF-ഉം സ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാനം UDF-ന് ലഭിച്ചത്. നേരത്തെ 2 തവണ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും BJP വിട്ടുന്നതോടെ അത് പാസ്സായിരുന്നില്ല. പക്ഷേ ഇന്ന് അവിശ്വാസം LDF കൊണ്ടുവന്നു. അതിനെ BJP പിന്തുണച്ചു. പ്രസിഡന്റ് സ്ഥാനം UDF-ന് നഷ്ടമായി. ഇനി വൈകുന്നേരം വൈസ് പ്രസിഡന്റിനെതിരെയും LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത്.